അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇണ്ട് സൻഡൈ ടിക്കർ ഞായറാഴ്ച ടിക്കർ ഇണ്ടത്തെ ജാവ് ഇനി ബണ്ടതായ ജാവ് ഇണ്ടത്തെ ജാവ് ചന്ദ്രഗ്രഹണ ആവുകു സാധ്യത ഉണ്ടു ചെന്നിട്ടറിയപ്പെട്ടു. അതുകൊണ്ട് ജാവുകു ഒലിമ്പ് ഗಂಟೆಲ್ പിന്നെ ചന്ദ്രഗ്രഹണ ആവുടു ചൊല്ലതായി ടിക്കർ അറിഞ്ഞ വിഷയം. അതുകൊണ്ട് ചന്ദ്രഗ്രഹണായെങ്കിൽ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമുണ്ട്. ഗ്രഹണ നിസ്കാരം, ചന്ദ്രഗ്രഹണ, സൂര്യഗ്രഹണ, ഇങ്ങനെയുള്ള നിസ്കാരമുണ്ട്. ഈ നിസ്കാരം മുഅക്കദായ സുന്നത്ത്. ചില പണ്ഡിതന്മാർ ഈ നിസ്കാരത്തെ വിഷയത്തിൽ ചൊന്നരെ ഇത് ഖഡ്ഡായാണ്ട് ചൊന്ന പണ്ഡിതന്മാരുണ്ട്. സൂര്യഗ്രഹണ, ചന്ദ്രഗ്രഹണ നിസ്കാരം അത് ഖഡ്ഡായായിട്ട് ഇക്കറിട്ട് ചൊന്ന പണ്ഡിതന്മാരും ഉണ്ട്. സൂര്യചന്ദ്ര ഗ്രഹണ നിസ്കാരം മുഅക്കദായ സുന്നത്തായിട്ടിക്കർ ഇണ്ടാവുടുതു ചന്ദ്രഗ്രഹണായിട്ടിക്കർ ജാവു. അപ്പോൾ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം എല്ലാവരും നിങ്ങൾ നിസ്കരിക്കണം. കാരണം ആ നിസ്കാരം നാലാമത്തെ സ്ഥാനത്തുള്ള നിസ്കാരമായിട്ടിക്കർ. ഒന്നാമത്തേത്, രണ്ടാമത്തേത് വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നിസ്കാരമായെങ്കിൽ മൂന്നാമത്തെ നിസ്കാരം സൂര്യഗ്രഹണ നിസ്കാരത്തും നാലാമത്തെ സ്ഥാനം ചന്ദ്രഗ്രഹണ നിസ്കാരത്തുകായിട്ടിക്കറുള്ളേ. അപ്പൊ തഹജ്ജുദ് നിസ്കാരത്തെക്കാളും തറാവി നിസ്കാരത്തെക്കാളും എല്ലാ നിസ്കാരത്തെക്കാളും വലിയൊരു മഹത്വമുള്ള നിസ്കാരമായിട്ടിക്കർ ഗ്രഹണ നിസ്കാരം. ആ നിസ്കാരം ബുടകുത്തിയര എല്ലാവരും നിസ്കരിക്കണം. അതിന്റെ രൂപനാണ് ഇതില് വിശദീകരിക്കര. ഇണ്ട് ഒലിമ്പ ഗಂಟೆൽ പിന്നെ ഏകദേശം ഒരു 10 ഗಂಟೆൽ പിന്നെ ആക്കിയെങ്കിൽ പിന്നെ നല്ലത്. അപ്പോ ജാവുകു നിസ്കരിക്കണം ഗ്രഹണ നിസ്കാരം. അത് നിസ്കരിക്കലേക്ക് മുന്നൊരു കുലിക്കൽ സുന്നത്തുണ്ട്. കുലിക്കരെങ്കിൽ ആ ഒരു കുലി കിട്ടു. അപ്പൊ കുലിച്ചിട്ട് നല്ല ഒന്നു പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഏകദേശം ഒലിമ ഗಂಟೆൽ പിന്നെ അത് നിങ്ങൾ തീരുമാനിക്കുറപ്പാണ്ട്. അപ്പൊ ഒലിമ ഗಂಟೆ കലിയാണ്ട് നിസ്കരിക്കാണ്ട. ഒലിമ ഗಂಟೆൽ പിന്നെ ഏതായാലും കണക്കനുസരിച്ചിട്ട് ഗ്രഹണ ആവുടുണ്ടായിട്ടിക്കര സാധ്യത. അപ്പൊ ആ നിസ്കാരത്തെ നീയത്തോടു കൂടെ, നീയത്ത് എങ്ങനെ, ചന്ദ്രഗ്രഹണ നിസ്കാരം അല്ലാഹു തആലക്ക് ബേനായിട്ട് ജൻറക്കാത്തായിട്ട് ഖിബലക്ക് നേരെ നിന്നിട്ട് നാണ് നിസ്കരിക്കറ. ഞങ്ങളെ ഭാഷയിലെ നീയത്ത് വെച്ചെങ്കിൽ മൈ. അപ്പൊ ഇമാമായിട്ട് നിസ്കരിക്കണമെങ്കിൽ ഇമാമോട് കൂടെ, ഒരു ഇമാം ഉണ്ടെങ്കിൽ ഇമാമോട് കൂടെ നാണ് നിസ്കരിക്കറ. ആണിങ്ങകും പെണ്ണിങ്ങകും ജമാഅത്ത് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. പ്രത്യേകമായ കൂലിയുണ്ട്, സുന്നത്തുണ്ട്. സിംഗിൾ നിസ്കരിക്കണമെങ്കിൽ ആ രൂപത്തിൽ നിസ്കരിക്കാം. നിയത്ത് ഈ രൂപത്തിൽ വെക്കണം. നിസ്കരിച്ചപ്പലെ വജ്ജഹത്ത് ഓതണം. അതിലെ സാധാരണ ക്രമമായിട്ടിക്കര 3 ക്രമമുണ്ട്. ആ 3 ക്രമത്തിൽ നാ കടക്കില്ല. അതിൽ മിഡിൽ ക്രമ, ആ വലിയ ക്രമം, അത് കുറേ നേരം നിസ്കരിക്കണോ. ഒന്നാമത്തെ റക്അത്തിൽ 100ഓളം ആയത്ത് പണ്ട് സാധാരണ സൂറത്തുൽ ബഖറ പോലത്തെ വലിയ വലിയ സൂറത്തെല്ലാം ഓതണോ. അതെല്ലാം സുന്നത്തുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആയിപ്പോണ്ട വിഷയമല്ല. നാം മിഡ്ലിടെ റൂപ, അതിൽ കീഴെ മട്ടത്തുള്ള ചെറിയ റൂപ ചൊന്നെങ്കിൽ സാധാരണ സുബഹി നിസ്കാരത്തെ മുന്നോളു സുന്നത്ത് നിസ്കരിക്കില്ലേ, അതേപോലത്തെ നിസ്കാരം നിസ്കരിച്ച മയ്യാവിടും. നീയത്ത് മാത്ര ചന്ദ്രഗ്രഹണ ആ നീയത്ത് വെച്ചിട്ട് നിസ്കരിക്കറേ. നങ്ങ ഒരു മിഡിലുള്ളത് പരിപൂർണമായ രൂപം നങ്ങ നായിപ്പ ചൊന്നുകൊണ്ടുള്ളേ. അപ്പൊ നീയത്ത് വെച്ചിട്ട് കൈകെട്ടിയ തക്ഷണ വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിയാൽ പിന്നെ ഒരു ഫാത്തിഹ, നല്ല രൂപത്തിലുള്ള ഫാത്തിഹ തജ്വീദോടു കൂടെ ഓതണം. ഫാത്തിഹ ഓതിയിട്ട് ഒരു ചെറിയ സൂറത്ത, വലിയ സൂറത്തായും ഭാര്യ നല്ല നിങ്ങൾക്ക് തെറിയ സൂറത്ത് ഓതണം. ഏത് സൂറത്തും ഓതാം. എന്നിട്ട് നോക്കറു റുക്കു പോകണം. സാധാരണ റുക്കു പോകണ്ടല്ലേ. റുക്കു പോയിട്ട് റുക്കൂടെ ദിക്ർ ചൊന്നാൽ പിന്നെ സമീഅല്ലാഹു ലിമൻ ഹമീദ. റുക്കൂല് ചൊമ്മനേരം നങ്ങ ദിക്ർ ചൊന്നോണ്ടിക്ക. അത് ചൊല്ലുക ഇല്ലെങ്കിൽ 3 പെട്ട സാധാരണ ചെല്ലുടെ ദിക്റുണ്ടല്ലോ, അത് ദിക്ർ ചെന്നിട്ട് സമീഅല്ലാഹു ലിമൻ ഹമീദ ചെന്നിട്ട് അവിടെ റബ്ബനാ ലക്കൽ ഹംദ് അത് ഉണ്ടല്ലോ സാധാരണ. അത് ചെന്നാൽ പിന്നെ ഫാത്തിഹ ഓതണം. കൈ കെട്ടോണു, ഫാത്തിഹ ഓതണം. റുക്കൂടെ എണീക്കുമ്പോൾ സമീഅല്ലാഹു ലിമൻ ഹമീദ ചൊല്ലണു, റബ്ബനാ ലക്കൽ അതെല്ലാം ചെന്നാൽ പിന്നെ കൈ കെട്ടണം. കൈ കെട്ടിട്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിട്ട് പിന്നെ സൂറത്ത് ഓതണം. ഏതെങ്കിലും ഒരു സൂറത്ത്, നിങ്ങൾ തെര സൂറത്ത് ഓതണം. പാടെ റുക്കു പോകണം. റുക്കു പോയിട്ട് എന്താക്കണം, റുക്കൂടെ ദിക്റെല്ലാം ചൊല്ലണം. പിന്നെ സമീഅല്ലാഹു ലിമൻ ഹമീദ ആക്കണം. പിന്നെ സുജൂദ് പോകണം.
സുജൂദ് പോകണം. അപ്പൊ ഒരു റക്അത്തിൽ ജണ്ട് ഫാത്തിഹ, ജണ്ട് സൂറത്ത്, ജണ്ട് റുക്കൂ, അങ്ങനെ പണ്ട് സൂറത്ത് സുന്നത്തായിട്ടിക്കർ, ജണ്ട് ഫാത്തിഹ കഡായ ഒരേ റക്അത്തിൽ ജണ്ട് ഫാത്തിഹ, ജണ്ട് റുക്കൂ, ഇത് നിർബന്ധമായിട്ടിക്കർ. അപ്പൊ ഇങ്ങനെ ആയിട്ടിക്കർ, ഇങ്ങനെ നിസ്കരിക്കണം. അപ്പൊ ഒന്നാമത്തെ റക്അത്ത് അയച്ച്. ഇനി രണ്ടാമത്തെ റക്അത്ത് അല്ലാഹു അക്ബർ ചെന്നിട്ട് വന്നിട്ട് സുജൂദില വന്നിട്ട്, സുജൂദ് സാധാരണ സുജൂദ് പോലെമേ വന്നിട്ട് രണ്ടാമത്തെ ഫാത്തിഹ ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിട്ട് ഒരു സൂറത്ത് ഓതണം. ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത വലിയ സൂറത്ത ഓതിട്ട് എന്താക്കണോ, റുക്കൂ പോകണം. റുക്കൂ പോയിട്ട് റുക്കൂടെ ദിക്റല്ല ചൊന്നാൽ പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ ചൊന്നിട്ട് അവിടുത്തെ ദിക്ർ ചൊന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതറും. ഓതില്ലെങ്കിലും തൊന്തരയില്ല, നിസ്കാരം ബാത്തിലാവില്ല. പിന്നെ ഫാത്തിഹ നിർബന്ധ. അപ്പൊ സൂറത്ത് ഓതിയാൽ പിന്നെ പാടെ എന്താക്കണം, റുക്കൂ പോകണം. റുക്കൂ പോയിട്ട് റുക്കൂടെ ദിക്റല്ല ചൊന്നിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദ ആക്കണം. പിന്നെന്താക്കണം, സുജൂദ് പോകണം. പിന്നെ അത്തഹിയാത്ത് തെക്കണം. രണ്ട് സുജൂദായിട്ട് അത്തഹിയാത്ത് തെക്കണം. പിന്നെ അത്തഹിയാത്ത് സാധാരണ ഞങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ എത്ര അത്തഹിയാത്ത് ഓതുക, പാതിയായും പാതി സലാത്ത് തോളോ അല്ലെങ്കിൽ പൂർത്തിയായിട്ട് ഓതെങ്കിൽ നല്ലത്. അപ്പൊ അത്തഹിയാത്ത് പൂർത്തിയാക്കിയിട്ട് സലാം വിട്ട് ഇതായിട്ടിക്കർ ഗ്രഹണ നിസ്കാരം. ഈ നിസ്കാരം ഇതേ രൂപത്തിൽ എല്ലാ പെണ്ണിങ് ആണിങ്ങ ഇന്നത്തെ ജാവും നിർബന്ധമായിട്ട് നിസ്കരിക്കറു. പിന്നെ ആണിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഖുതുബ ഉണ്ട്. ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ ഖുതുബ സുന്നത്തുണ്ട്. അത് ഖുതുബ ഇൻഷാ അല്ലാഹ് ഇവിടെ പള്ളിക്ക് വന്നെങ്കിൽ ഖത്തീബ് ഓതുറല്ലേ, അത് നിസ്കരിച്ചാൽ പിന്നെ ഖുതുബ പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട്, അത് ഓതണം. പിന്നെ ഖുതുബ ഇല്ലാണ്ടും നിസ്കരിക്കാം, തൊന്തരയില്ല. നിസ്കാരം പോലെമേ നിസ്കരിക്കാം. ഇതായിട്ടിക്കർ നിസ്കരിച്ചിട്ട് നല്ലോണം ദുആർക്കാം. ഇതായിട്ടിക്കർ ഗ്രഹണ നിസ്കാരത്തിലോട് ചെറിയ രൂപമായിട്ടിക്കർ അല്ലാഹു നിസ്കരിക്കുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.